ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു വെറൈറ്റി ഐറ്റമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ഫ്രൈഡ് ഐസ്ക്രീം വിത്ത് ബെറി സോസ്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പഫ് പേസ്ട്രി. ഇത് നമ്മൾ പഫ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേസ്ട്രിയാണ്. ഇത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ മൈദ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതുപോലെ വാനില ഐസ്ക്രീം, പിന്നെ ഒരു മുട്ട, ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെജിറ്റബിൾ ഓയിൽ. ബെറി സോസ് ഉണ്ടാക്കുന്നതിന് ഞാൻ 200 ഗ്രാം ഡീപ്പ് ഫ്രീസ് ചെയ്തിട്ടുള്ള സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതുപോലെ 150 ഗ്രാം ബ്ലൂബെറി, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഓറഞ്ച് പിഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ജ്യൂസ് എടുക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്ത് നമ്മൾ ഈ ബെറീസൊക്കെ ഇട്ട് കൊടുക്കും. അതിനുശേഷം ഒരല്പം ഓറഞ്ച് ജ്യൂസ് അതിനകത്തോട്ട് ഒഴിക്കും. ഒരു 50 ml ഓറഞ്ച് ജ്യൂസൊക്കെ മതിയാവും. അതൊഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇത് നല്ലതുപോലെ തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കതിനകത്തോട്ട് അല്പം പഞ്ചസാര ഇടണം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഈ ബെറീസിൻ്റെ ഒക്കെ മധുരം ഉള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം അല്പം കൂടി ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സോസ് റെഡിയാവും. അങ്ങനെ നമ്മുടെ സോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു ഫ്രൈയിങ് പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കുകയാണ്. അത് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഈ പേസ്ട്രി 4 കട്ട് ചെയ്തെടുത്ത് അതിനകത്ത് ഐസൊക്കെ വെച്ച് അത് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഓരോ ചെറിയ ഷീറ്റിനകത്തോട്ടും ഞാൻ ഓരോ പീസ് ഐസ്ക്രീം വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഓരോ സൈഡും ഇതുപോലെ മടക്കി ഇതൊന്ന് നല്ലതുപോലെ സീല് ചെയ്തെടുക്കണം. അത് നല്ലതുപോലെ സീല് ചെയ്തില്ലെങ്കിൽ അതിനകത്തുനിന്ന് ചൂടാവുമ്പോഴത്തേക്കും ഐസൊക്കെ ചിലപ്പം വെളിയിൽ വന്ന് എണ്ണ പൊട്ടിത്തെറിക്കുന്ന പ്രശ്നമുണ്ടാകും. ഇത് നല്ലതുപോലെ ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മുട്ടയുടെ വെള്ള ഇങ്ങനെ നല്ലതുപോലെ പുരട്ടിക്കൊടുത്ത് അതിൻ്റെ വിടവുകളെല്ലാം നമുക്ക് നല്ലപോലെ അടച്ചെടുക്കണം. എന്നിട്ട് ഞാനൊരു ഫോർക്ക് കൊണ്ട് അതിൻ്റെ സൈഡ് ഒന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ എണ്ണ ഇപ്പം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഓരോ പീസും ഇട്ട് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നല്ല ചൂടുള്ള എണ്ണയിൽ പെട്ടെന്ന് തന്നെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യത്തെ സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ തന്നെ രണ്ടാമത്തെ സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഫ്രൈഡ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് അല്പം സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സോസിനും ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ഐസ്ക്രീം എല്ലാം ഉരുകിപ്പോവും നല്ലതുപോലെ. ഇത് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിനൊരു ലൈക്ക് തരണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.